ഐലൻഡിൽ പോയിട്ട് എല്ലാവരും ജാക്കറ്റ് ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുകൊള്ളല്ലേ. ഹായ്, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് മാൽപ്പേ ബീച്ചിൽ നിന്ന്, അതായത് ഉടുപ്പിയിലെ മാൽപ്പേ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിലാണ് കേട്ടോ നിൽക്കുന്നത്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ ബീച്ചിൽ എല്ലാവരും കൂടെ ചാടുന്ന കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മാൽപ്പേ ബീച്ചിൽ നിന്ന് സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ കാഴ്ചകളാണ്. ഉടുപ്പി വരുന്നവർക്ക് വന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, മിസ്സാക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അത് വീഡിയോ കണ്ടുപോകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോഴത്തേ നമ്മുടെ ഉടുപ്പി ക്ഷേത്രത്തിനോടടുത്തുള്ള തൊട്ടടുത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് മാൽപ്പേ ബീച്ചിലേക്കുള്ള ബസ് കിട്ടും കേട്ടോ. ഞാൻ ഉടുപ്പിയിലെത്തിയതും ഉടുപ്പിയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ചും അതുപോലെ ഉടുപ്പിയിലെ തേരുവലിയെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ അടിപൊളി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തൊരു പോയി കാണുക. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മുടെ ഈ മാൽപ്പേ ബീച്ചിലേക്കുള്ള യാത്ര. ഉടുപ്പിയിൽ എത്തിയപ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മാൽപ്പേ ബീച്ച് എന്ന്. ബീച്ച് എന്ന് കേട്ടപ്പോൾ നമ്മുടെ കോളത്തും വർക്കലയിലൊക്കെ ബീച്ച് ആയതുകൊണ്ട് വലുതായിട്ട് ഇത് മൈൻഡ് ചെയ്തില്ല. പക്ഷേ മാൽപ്പേ ബീച്ചിലെത്തിയിട്ട് ഇവിടുന്ന് ഒരു ഐലൻഡിലേക്ക് ഒരു ബോട്ടിങ്ങും ആ ഐലൻഡ് നമുക്ക് ചുറ്റി കാണാമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റി തോന്നി. അങ്ങനെയാണ് കേട്ടോ ഞാൻ മാൽപ്പേ ബീച്ചിലേക്ക് എത്തുന്നത്. മാൽപ്പേ ബീച്ചിലെത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പ് തൊട്ടേ നമുക്ക് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിരിക്കുന്നതാണ്. എന്തായാലും ഞാൻ അവിടെ ഒന്നും ഇറങ്ങാൻ നിന്നില്ല, നേരെ നമ്മുടെ ബീച്ചിൽ തന്നെ എത്തി. ബീച്ചിൽ നിന്ന് നമുക്ക് ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് പാർക്കിംഗ് ഫെസിലിറ്റി ഇവിടെ അവൈലബിൾ ആണ്. ബീച്ചിനോട് ചേർന്ന് തന്നെ പാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ കോവളത്തും വർക്കലയിലും കാണുന്ന കണക്ക് ഒരുപാട് കടകളും കച്ചവടക്കാരും കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ ഇവിടെ വരുമ്പം തന്നെ. ആദ്യം ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ കേരളത്തിലെ ബീച്ച് പോലെയൊക്കെ തോന്നിയെങ്കിലും അതിനേക്കായൊക്കെ വ്യത്യസ്തമാക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ. ബോട്ടിംഗ് ആയാലും വാട്ടർ ആക്ടിവിറ്റീസ് എല്ലാം നമ്മുടെ ഈ ബീച്ചിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്. ഇതിനകത്ത് നമുക്ക് കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി നമ്മുടെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്കുള്ള ബോട്ടിംഗ് ആണ്. അതൊരു ഐലൻഡാണ്. അങ്ങോട്ടേക്ക് നമുക്ക് ഈ ഒരു ബീച്ചിൽ നിന്ന് ബോട്ടിൽ പോയിട്ട് വരാം. ഒരു 20 മിനിറ്റ് യാത്ര അങ്ങോട്ടും 20 മിനിറ്റ് യാത്ര തിരിച്ചും 1 അവർ നമുക്ക് ആ ഐലൻഡിൽ സ്പെൻഡ് ചെയ്യാം കേട്ടോ. 400 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വിടുന്നത്. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ബോട്ടിങ്ങിന് പോകേണ്ടത്. ബീച്ചിൽ പോകുമ്പം കാണാൻ കിട്ടുന്ന സ്ഥിരം കലാപരിപാടികളൊക്കെ ഇവിടെ നമുക്ക് കാണാം കേട്ടോ. ഒരു തന്നെ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നു, അടുത്തവനെ കുഴിച്ചിടാനായിട്ട് കുഴി എടുക്കുന്ന പരിപാടിയൊക്കെ കാണാം. എന്തായാലും ഞാനും ഐലൻഡിലേക്ക് പോകാൻ തീരുമാനിച്ചു. ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് പറഞ്ഞ കണക്ക് 400 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ നടന്നത് ആ കാണുന്ന ക്യൂവിനകത്ത് നിന്നിട്ടാണ് നമുക്ക് ഐലൻഡിലേക്ക് പോകേണ്ടത്. ക്യൂ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടെ പോയി നിന്നാൽ മതി. അടുത്ത ബോട്ട് വരുമ്പോൾ നമുക്ക് കയറിപ്പാം. ഈ എൻ്റെ മുന്നിലായിട്ട് കാണുന്ന ഈ ബോട്ടിൽ കയറിയിട്ടാണ് കേട്ടോ നമുക്ക് ആ ഐലൻഡിലേക്ക് പോകേണ്ടത്, അതായത് സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകേണ്ടത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, നമുക്ക് അവിടെ പാരാഗ്ലൈഡിങ് ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ കയറിയിട്ട് ഒരു ബാച്ച് പോയിട്ട് തിരിച്ച് വന്നതാണ്. അവരിവിടെ ഡ്രോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് കയറി ഇവിടുന്ന് നേരെ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാം. ജാക്കറ്റ് ഇടാനൊക്കെ ഇവന്മാർ പറയുന്നുണ്ട്. ജാക്കറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. അതേ ഐലൻഡിൽ പോയിട്ട് എല്ലാവരും ജാക്കറ്റ് ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബോട്ടിൽ കയറി അങ്ങനെ അതേ മാൽപ്പേ ബീച്ചിൽ നിന്ന് തുടങ്ങിയ ബോട്ട് യാത്ര ഏകദേശം ഒരു 20-25 മിനിറ്റിന് ശേഷം നമ്മൾ നടുക്കടലിലൂടെ യാത്ര ചെയ്ത് നേരെ സെൻറ്റ് മേരീസ് ഐലൻഡിലാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത് എവിടെയാണ് കേട്ടോ. അതായത് ഇവിടെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നടന്ന് നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ വന്ന എക്സ്പീരിയൻസ് ഒന്നുമില്ല, എല്ലാവരും പോകുന്നു ഇതുവഴി, ഞാനും ഇതുവഴി നടന്നു പോകുന്നു കേട്ടോ.
നമ്മളിത് അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലായിട്ട് ഈ സെൻറ്റ് മേരീസ് ഐലൻഡിലേക്ക് പോകാനുള്ള മെയിൻ എൻട്രൻസ് കാണാം കേട്ടോ, മെയിൻ ഗേറ്റ് കാണാം. അതിൻ്റെ ദേ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ബോട്ട് നിർത്തിയിരിക്കുന്നതാണ്. ഇവിടെ ബോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അപ്പുറ സൈഡിൽ ഇറക്കും, അവിടെ ബോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറ സൈഡിൽ ഇറക്കും. അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ ദേ നമുക്ക് 1 മണിക്കൂറാണ് അവർ തന്നിരിക്കുന്ന ടൈം. ഇപ്പോൾ ഏകദേശം 12:30 ഇനി നമുക്ക് 1:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് നമ്മളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് തന്നെ എത്താനാണ് കേട്ടോ ഇവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സെൻറ്റ് മേരീസ് ഐലൻഡിൻ്റെ ഈ ഒരു എൻട്രൻസ് കഴിഞ്ഞ് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ ബോട്ടിങ് കഴിഞ്ഞ് അത്യാവശ്യം വെയിലൊക്കെ കൊണ്ടാണല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ജ്യൂസും കാര്യങ്ങളും ഐസ്ക്രീമും അങ്ങനെയുള്ള സ്നാക്സും കച്ചറ സാധനങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെച്ചിട്ട് വേണേൽ പോകാം. നമുക്ക് 1 മണിക്കൂറേ ഉള്ളൂ. എന്താണെന്നൊരു ഐഡിയ ഇല്ല, അതുകൊണ്ട് ഒന്നും മേടിക്കാനും നിൽക്കുന്നില്ല, നേരെ പോകണം. അവിടെ നിന്നാണ് നമ്മൾ വന്നത് ഇവിടെ എത്തിയപ്പോൾ ഈ സൈഡിൽ ഒരു ബീച്ച് നമുക്ക് കാണാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് കയറിയപ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഈ കാണുന്ന വഴികളിലൂടെ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. നമുക്കിനി തിരിച്ചു പോകണോ അതിലേ പോകണോ എന്നൊക്കെ കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ആ വഴി തന്നെ റൗണ്ട് ചെയ്ത് നമുക്ക് നമ്മളെ ഡ്രോപ്പ് ചെയ്തെടുത്ത് തിരിച്ചെത്താൻ തോന്നുന്നു. ഇത് കണ്ടോ, ഇവിടെ കിടക്കുന്നുണ്ടോ, തറയിൽ മണലല്ല കിടക്കുന്നത്, ഒരു ഷെല്ല് പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ടോ, ഒരു ശംഖ് പോലത്തെയൊക്കെ. ഈ നമ്മുടെ ഈ ശംഖ് അക്വറിയത്തിലേക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ആ സാധനം കേട്ടോ. ഇങ്ങനെ പൊടിഞ്ഞ് ഇവിടെ കിടക്കും. മണലല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഫുള്ള് മണലാണല്ലോ, അതല്ല ഇവിടെ. പിന്നെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കുരുക്കോട് പോലൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഊഞ്ഞാല് പോലെ. അതിനകത്ത് കയറി നമ്മുടെ ചേച്ചിമാരൊക്കെ ഫോട്ടോ എടുക്കുന്നതാണ് കണ്ടോ. ഈ ഒരു എൻഡിൽ വന്ന് എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് ഇവിടുന്ന് നേരെ നടന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ കണക്ക് തെങ്ങൊക്കെ നിൽക്കുന്നതാണ്. നമ്മുടെ ഒരു കേരളത്തിൻ്റെ ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു വഴി അങ്ങ് അറ്റത്തേക്ക് എല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുക. അതുവഴി എനിക്ക് തോന്നുന്നു നമ്മളെ ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് നിന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഐലൻഡിൻ്റെ ബോർഡറിൽ കൂടെ നടന്നാണെന്ന് തോന്നുന്നു അങ്ങ് എത്തുന്നത് കേട്ടോ. ഇവിടെ കണ്ടു, ഈ തറയിലെല്ലാം കിടക്കുന്ന മറ്റേ ഷെല്ലാണ്, മണലല്ല, ഫുള്ള് ഷെല്ലാട്ടോ കിടക്കുന്നത്. ഇവിടത്തേക്ക് പാറ ഇരിക്കുന്നുണ്ടോ, കറക്റ്റ് കട്ട് ചെയ്ത് വെച്ച പോലെ ഓരോ നമ്മുടെ ഈ തൂണൊക്കെ ഇല്ലേ, ഫില്ലർ കട്ട് ചെയ്ത് വെച്ച് കണക്ക് ഇരിക്കുക കേട്ടോ. എല്ലാ പാറകളും നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. പിന്നെ അതേ പിള്ളേർക്കൊക്കെ കളിക്കാനായിട്ട് ഊഞ്ഞാലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ നാട്ടിലൊക്കെ ബീച്ച് കണക്കല്ല, വളരെ ക്ലീൻ ആണ് കേട്ടോ. ഇവിടെ ഒരു വേസ്റ്റോ ബോട്ടിലോ സാധനങ്ങളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ബോട്ടിൽ വെച്ചത് ഇവരുടെ ആർച്ചൊക്കെ ഉണ്ടാക്കി നല്ല ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളോടൊക്കെ ബോട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിയാണ് പരിപാടി. ഇത് കണ്ടോ, ആർച്ചൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ അതായത് പ്ലാസ്റ്റിക് ബോട്ടിലാണ്, നമുക്കതേ തൊട്ട് നോക്കുമ്പോൾ അറിയാം പ്ലാസ്റ്റിക് ബോട്ടിൽ അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. ഞാൻ അതേ ആ ഒരു ഭാഗത്താണ് കേട്ടോ നടന്നു വന്ന് ഈ ആർച്ച കഴിഞ്ഞത് ഇവിടെ ഒരു ബീച്ച് കാണാം നമുക്ക്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ച് ആട്ടോ. ഇവിടെ റൈറ്റ് സൈഡിലിട്ട് ഒരു ഗ്രീനറി ഒക്കെ കാണാം, ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ബീച്ചിൽ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. പിന്നെ ഇവിടെ ഇറങ്ങി സ്വിം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഡേഞ്ചർ സോൺ, നോ സ്വിമ്മിങ്, ഡൈവിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ ചുമ്മാ ഇറങ്ങി കാല് നനയ്ക്കാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി സെറ്റപ്പാണ്. ഈ ഒരു ബീച്ചിൻ്റെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതുവഴി നടന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ. പക്ഷെ അവിടെ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്ന്. അവിടം വരെ ഇപ്പോൾ അവിടേക്ക് ആൾ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഈ തറയിലെല്ലാം കിടക്കുന്ന മറ്റേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഷെല്ലാണ്, മണലല്ല കണ്ടോ, ഷെല്ലാണ് കിടക്കുന്നത്. ഈ സാധനം കുറേ വാരിക്കൊണ്ട് അക്വറിയത്തിലേക്ക് ഇടുക. നമ്മൾ പൈസ കൊടുത്ത് പിടിക്കുന്ന സാധനം അതല്ല, വെറൈറ്റി കല്ലല്ല, തടി കേട്ടോ. ഇത് കൊള്ളാമല്ലേ. ഇവന്മാർ ഇവിടെ നിന്ന് നുള്ളി പറക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്ലാസ്സിനകത്തൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ കവടി നിരത്തുന്ന ടൈപ്പ് ശംഖുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും നുള്ളി പറക്കുന്നത്. ഞാനും നുള്ളി പറക്കും, ഇവന്മാരിക്കും എനിക്ക് വട്ടായിരിക്കും. എന്തായാലും സാധനങ്ങളാണ്. ये शेल नेचुरली इधर आता है और अब नेचुरली आता है, वो बनने के नीचे से आता है. ओके हाँ. ഈ കണ്ട ഷെല്ല് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതല്ല കേട്ടോ, അതിവിടെ ഓട്ടോമാറ്റിക് വരുമെന്നാണ് പറഞ്ഞത്. നാച്ചുറലി ഇവിടെ കിടക്കുമെന്നാണ് പറഞ്ഞത്. തിര അടിച്ച് കയറ്റി വിടും. നമ്മളവിടെ നിന്ന് മണലടിച്ച് കയറ്റുന്നതാണ് ഇവിടെ ഷെല്ല് അടിച്ച് കയറ്റുന്നത്. ഇത് കണ്ടോ, ഇവിടെ പിള്ളേരൊക്കെ ഇരുന്ന് കളിക്കുന്നതാണ്. ഇവന്മാരൊക്കെ ആ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട് പോകാം കേട്ടോ. ആ ബാക്കി ഇരിക്കുന്ന ചേച്ചി നോക്കണ്ട, ചെറുക്കനെ നോക്കും. വെള്ളമൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ, നമുക്ക് അടിവശമൊക്കെ കാണാം. നമ്മുടെ അടുത്ത് കണക്കല്ല, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എടാ നിന്റെ നിക്കർ ഊരി പോന്നാ, പിടിച്ചിട്. നിക്കറൊക്കെ ഊരി ഇതാ പോകുന്നു ചെറുക്കൻ. ഇപ്പോഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുറേ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. എന്താ പരിപാടിയെന്ന് അറിയത്തില്ല. അങ്ങോട്ട് ഇനി പോയി മറ്റേ നമ്മൾ ഇറങ്ങിയെടുത്ത് എത്താൻ പറ്റുമോ അതോ ഇനി തിരിച്ചു പോകണമെന്നൊരു ഐഡിയ ഇല്ല. ഈ ചെറുക്ക് ഇതുവരെ നിൽക്കിട്ടില്ല, കണ്ടോ പോകുന്നത്. നമ്മൾ ആ ഭാഗത്തു നിന്നാണ് വന്നത് കേട്ടോ. അവിടെ നിന്ന് വന്നിട്ട് ഇതുവഴി നമ്മൾ ബോട്ടിൽ വന്ന് ഇറങ്ങി ആ ബീച്ചിന് അങ്ങോട്ട് പോകാൻ പറ്റും. എന്തായാലും എല്ലാവരും അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അങ്ങോട്ട് വഴിയും കാണുന്നുണ്ട്. അപ്പോൾ തിരിച്ചു പോകേണ്ട ആവശ്യമില്ല, ഒരു റൗണ്ട് അടിച്ച് ഇങ്ങനെയാണ് പോകുന്നത്. ഇതുവഴി വീണ്ടും ഈ ബീച്ചിലോട്ട് ഇറങ്ങുന്നൊരു വഴിയാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാവരും വീണ്ടും ഇവിടെ ഇറങ്ങിയിട്ട് ഇതുവഴി അപ്പുറത്തേക്ക് പോകാനായിരിക്കും. ഈ ഒരു സ്ഥലം നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
തൂണുകൾ ഇങ്ങനെ അടുക്കി ഒരുമിച്ച് വെച്ചേക്കുന്ന നടക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്ന ഭാഗത്ത് ഒരു തൂണ് പോലൊരു സാധനം കിടപ്പുണ്ട്. ഇതൊരു കട്ട് ചെയ്തിട്ടാണോ അത് എന്താണ് സംഭവം നമുക്ക് പിടി കിട്ടുന്നില്ല. ഭാഷ അറിയാവുന്നതുകൊണ്ട് പിന്നെ ആരും വേണമെങ്കിലും ചോദിക്കല്ലോ. ഇവിടെ ഹിന്ദി എല്ലാവർക്കും ഒന്നും അറിയത്തില്ല, എല്ലാവരും കന്നഡ പറയുന്നത്. ശരിക്കും പറയുന്നത് നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട്. ഞാൻ ശരിക്കും ബോട്ടിൽ വരുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ അവിടുത്തെ ബീച്ചിലൊന്നും ഇതുപോലെ ഗ്രീനറി ഒന്നും നമുക്ക് കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടോ, ഇവിടെ ഈ സൈഡിൽ ഫുള്ള് ഫോറസ്റ്റ് പോലെ കാട് പിടിച്ച് കിടപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് ബീച്ചും വെള്ളവും പാറയും എല്ലാം ഒരുമിച്ച് വരുന്ന സെറ്റപ്പ്. ഈ കൊച്ചുവണ്ണെന്ത് വരി എടുക്കുന്നത് ഇവിടുന്ന് ഒക്കെ ഉണ്ടോ, കല്ലുകൾ കൊണ്ട് വെച്ചാണൊക്കെ ഇരിക്കുന്നത്, ഷേപ്പിലാക്കി വെച്ചാണൊക്കെ. എന്താ സംഭവം വരുന്നത്? വാട്ട് ഈസ് ദാറ്റ്? ഷെൽസ്. Show me that. Okay. You vlogging? Yes. അവിടെ നിന്ന് ഒരു റൗണ്ട് കറങ്ങി നേരത്തെ നമ്മളെ ബോട്ടിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് അവർ പിക്ക് ചെയ്ത് തിരിച്ച് നമ്മുടെ മാൽപ്പേ ബീച്ചിലേക്ക് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നേരത്തെ വന്ന് നമ്മൾ ഇറങ്ങിയ സ്ഥലം. ബോട്ട് പോകുന്നതാണ് നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് ഒരു 1:30 ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും പിക്ക് ചെയ്ത് ഇവിടുന്ന് നേരെ തിരിച്ച് മാൽപ്പേ ബീച്ചിലേക്ക് ഇവർ കൊണ്ടുപോകും. എന്നിട്ട് നമ്മുടെ മലയാളീസ് ആൾക്കാർ ചെയ്യുന്നുണ്ടോ, കവറിൽ കല്ല് പറക്കുക, കടലിലെ വെള്ളം തൊട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുക, ഇങ്ങനെയൊക്കെയുള്ള കക്ക പറക്കുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടീസാട്ടോ ഇവർ ചെയ്യുന്നത്. എവിടെ പോയാലും മനസ്സിലാവും. നമ്മൾ വന്ന ബോട്ടിൽ തന്നെ പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു ബോട്ടിൽ പോയ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു വയ്യ एक मिनट അങ്ങനത്തെ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ നമ്മൾ മാൽപ്പേ ബീച്ചിൽ എത്തിയിട്ട് നേരെ സെന്റ് മേരീസ് ഐലൻഡും കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും മാൽപ്പേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. എപ്പോഴും എല്ലായിടത്തും കിട്ടാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇന്ന് നമ്മുടെ ഈ ഒരു ഐലൻഡിൽ നിന്ന് കിട്ടിയത്. എന്തായാലും ഉടുപ്പി വരുന്നവർ എന്തായാലും നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്പോട്ടാണ്. ഇത് കാണാൻ വേണ്ടി ഉടുപ്പി വന്നാലും നഷ്ടമില്ല. അങ്ങനത്തെ ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ വെച്ചിട്ട് തിരിച്ചു പോകണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. താങ്ക്